വന്നിരിക്കുന്നത് ഒരു ബുക്ക് മാർക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാമോയെന്നും അതേപോലെ ഗ്ലൂ യൂസ് ചെയ്യാതെ ചെയ്യാമോയെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ബുക്ക് മാർക്കർ ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു കട്ടിയുള്ളൊരു ഒരുപാട് കട്ടിയൊന്നും വേണ്ട, ഒരു നോർമൽ കട്ടിയുള്ളൊരു പേപ്പറാണ്. നമുക്ക് ചാർട്ട് പേപ്പറോ ഒക്കെ എടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പേപ്പറില്ലേ, അത് എടുത്താലും മതി. അപ്പം നമ്മളുടെ ആവശ്യത്തിനുള്ള ഒരു ലെങ്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇന്നിവിടെ വിചാരിച്ചേക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ, അതിൻ്റെ തീം എടുക്കാമെന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ വരയ്ക്കാനും എളുപ്പമാണ്, കളർ ചെയ്യാനും എളുപ്പമാണ്. അപ്പം അത് വരയ്ക്കാനായിട്ട് ഞാൻ ആദ്യമേ നമ്മുടെ കോമ്പസ് എടുത്ത് നമുക്ക് ഇതേപോലെ ഓരോ സെമി സർക്കിളായിട്ട് ഫുള്ള് വരച്ചു കൊടുക്കാം. നമുക്ക് അങ്ങനെ ഇന്ന രീതിയിലൊന്നുമില്ല, ഞാൻ വരച്ച കണക്ക് വരയ്ക്കണമെന്നൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കളറെടുത്ത് ആദ്യമേ പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ എനിക്കൊന്ന് പാളിപ്പോയിട്ടുണ്ട്, നമ്മൾ അറിയാതെ എൻ്റെ സ്ലിപ്പായി പോയതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പറ്റാതെ നോക്കണം കേട്ടോ. അപ്പം അതിന് ശേഷം നമുക്ക് ആ ഒരു കളറ്, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു കോമ്പിനേഷൻ കളറ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ ഡാർക്ക് പിങ്കാണ് എടുത്തേക്കുന്നത്. ഡാർക്ക് പിങ്ക് എടുത്ത് ആ ഒരു സെമി സർക്കിളിനെ ഫുള്ള് ആ ഒരു ബോർഡർ കണക്ക് ഇച്ചിരി നല്ലൊരു വീതിക്ക് നമ്മളങ്ങോട്ട് കൊടുക്കുക. എല്ലാ സെമി സർക്കിളിനും നമ്മൾ അതേപോലെ കൊടുത്തതിന് ശേഷം നമ്മുടെ കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡ് എടുക്കുക. ഇപ്പോൾ പിങ്ക് ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ റെഡ് കളർ ഉണ്ടെങ്കിൽ അത് വൈറ്റും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആ ഒരു കളർ വേരിയൻറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ റെഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡാർക്ക് പിങ്കും കുറച്ച് റെഡ് യൂസ് ചെയ്ത് വൈറ്റും കൂടെ നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് പിങ്ക് കിട്ടും. പിന്നീട് നമ്മൾ ഗ്രേ എടുത്ത് അതിൻ്റെ ബാക്കിയുള്ള സൈഡുകളിലോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു കളർ കോംബോ കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു പോർഷനില്ലയോ പ്ലെയിനായിട്ട് കിടക്കുന്നത്, അവിടെ എല്ലാം നമ്മൾ ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. പിന്നീട് ആ ഒരു സീഡിന് വേണ്ടി നമ്മൾ കറുത്ത സ്കെച്ച് വെച്ച് ജസ്റ്റ് ഡോട്ടായിട്ട് കൊടുത്തു. അപ്പം നമ്മളുടെ സംഭവം ഇവിടെ സെറ്റായി കഴിഞ്ഞു. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ഹോളും കൂടെ ഇട്ട് ഒരു ടോയിനും കൂടെ കെട്ടിക്കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ബുക്കിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് പേജിനകത്താണെന്നൊന്നും നമ്മൾ വീണ്ടും കണ്ടുപിടിക്കും.